അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ഉത്രാട ദിനമായ നാളെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. തിരുവോണ ദിനത്തിൽ 4 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണം മഴയിൽ മുങ്ങും. തിരുവോണ നാളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതായത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, കോഴിക്കോട് എന്നീ ജില്ലകൾക്ക് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. അവിടെ പ്രത്യേകിച്ച് നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മാറി താമസിക്കേണ്ടതാണ്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകുമെന്നതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലടക്കം ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ദില്ലിയിൽ വിമാനങ്ങളടക്കം വഴിതിരിച്ചു വിടുകയും അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 26 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ഈ ജില്ലകളിൽ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ 1 മണി വരെ ഏകദേശം 1.3 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്ര വിവരണ വിശകലന കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്തും നാളെ 8:30 മുതൽ 1.2 മുതൽ 1 മുതൽ 4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും എൽ നീനോ പ്രതിഭാസവും കാരണം ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കടുത്ത അനിശ്ചിതത്വത്തിലാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയ സമാനമായ സാഹചര്യമുള്ളപ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ കടുത്ത മഴ, അതായത് ഇത്തരത്തിൽ മഴ കുറയുന്ന ഒരു സാഹചര്യം നേരിടേണ്ടി വരികയാണ്. ഡൽഹി അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായി മഴ കുറയുകയും അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി തന്നെ തുടരുന്നത് വഴി കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല, പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ കണക്കനുസരിച്ചുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് 13.1% മഴ കമ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങളുടെ കുറവ് കാരണം ഇത്തവണ മൺസൂൺ സാധാരണയേക്കാൾ 15% നേരത്തെ അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമാവുന്നു എന്നതും അത് എൽ നീനോയുടെ ആഘാതം കുറയ്ക്കുമെന്നും കരുതുന്നുണ്ടെങ്കിൽ പോലും നിലവിലൊരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് മാറി അത് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. തന്മൂലം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ മികച്ച മഴ ലഭ്യമാകാൻ സാധ്യത കുറവാണ് എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.